നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്താ ചെയ്യാൻ പോകുന്നത് അതുകൂടി ഒന്ന് പറ. മനസ്സാ, ഇത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട കേസാ. ഒന്ന് പാളിപ്പോയാ പിന്നെ ആന്റി, ഞാനും സൂര്യയൊക്കെ അഴി എണ്ണേണ്ടി വരും. അതേ മനസ്സ, വനിതാ കമ്മീഷൻ ഇടപെട്ട സ്ഥിതിക്ക് അവർ അതിവേഗ വിചാരണയിലൂടെ വിധിന്യായം നടത്തും. ഇക്കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും ഒരാളെ സ്വാധീനിക്കാൻ പോലും പറ്റില്ല. സൂര്യ, നാളെ വിളിച്ചിരിക്കുന്നേ, സമയം തീരെയില്ല. എന്താന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കണം. അതെ അച്ഛാ, നമ്മള് നേരത്തെ മനസ്സിൽ കാണേണ്ടായിരുന്നു. അപ്പോ അച്ഛനും അമ്മയും വനിതാ കമ്മീഷനിൽ പോകുന്നു പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. സൂര്യ, നമ്മുടെ അഡ്വക്കേറ്റ് പ്രിൻസിനെ പോയിട്ട് പെട്ടെന്ന് കാണാൻ നോക്ക്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സംസാരിക്കേ. ശരി അച്ഛാ. എന്തൊക്കെയായി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? മോളെ, സൂര്യ, ആദ്യം ഞാൻ ആ അഡ്വക്കേറ്റ് പ്രിൻസിനെ ഒന്ന് വിളിച്ചോ. ഭാവന, മാനസ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞത് കളവാണെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായി കാണുമോ? സത്യം നമുക്കും തന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ആന്റിയുടെ നാവിൽ നിന്ന് ഓർക്കാതെ സത്യം പുറത്തു പോയതാണോ? ഒരിക്കലും ഇല്ല സൂര്യ. അമ്മയോട് എന്ത് വിശ്വസിച്ച് പറയാം? ജീവൻ പോയാലും പുറത്തു പറയില്ല. ഇപ്പൊ മാനസയെ വിട്ടുകിട്ടണമെന്നല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്? സമ്മൻസിലെ ഫുൾ ഡീറ്റെയിൽസ് കാണില്ല ഭാവന. എന്തായാലും നാളെ അറിയാൻ പറ്റൂ. ഇതിപ്പോ പബ്ലിക് അറിഞ്ഞാൽ ആകെ നാണക്കേട് പോകും. എന്തും നേരിട്ടല്ലേ പറ്റുള്ളൂ സൂര്യ. ഞാൻ എന്തായാലും അഡ്വക്കേറ്റിനെ ഒന്ന് കാണട്ടെ. ഞാനും വരുന്നുണ്ട് സൂര്യ. എന്നെ ഒന്ന് വീട്ടിൽ വിട്ടാൽ മതി. എന്നാ പിന്നെ താൻ റെഡിയാവും. സൂര്യ, ഞാൻ വല്യച്ഛനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ആ ശരി. ഭാവന, വല്യച്ഛൻ ഇപ്പൊ എവിടെയുണ്ട്? വീട്ടിലുണ്ട് മോളെ. എന്തു പറ്റി? വല്യച്ഛനും വല്യമ്മയും കൂടി വീട്ടിലേക്കൊന്ന് വരുമോ? എന്താ മോളെ കാര്യം? വല്ല എമർജൻസി ആണോ? അതെ വല്യച്ഛ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് നേരിട്ട് പറയാം. നീ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. നേരിട്ട് പറയാം വല്യച്ഛ. വല്യമ്മയും കൂട്ടിക്കൊണ്ടൊന്ന് വരുമോ? ആ ശരി മോളെ. ശരി വല്യച്ഛ. എന്തിനാവും? ഇനി വല്ല പ്രശ്നമുണ്ടോ? ഇതെപ്പോ വന്നു? എന്താ വിളിക്കാത്തേ? എന്താ പറയാം. സേതുവിന് എവിടെ മായച്ചി? ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുക. എന്താ മോളെ? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ. വരുന്നൊക്കെ നേരിട്ടല്ലേ പറ്റൂ. എന്തു പറ്റി ഭാവനെ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ, മാനസയുടെ അച്ഛൻ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തു. ഇന്ന് രാവിലെ സമൻസ് വന്നത്. ഈശ്വര, ഇതിപ്പോ പ്രശ്നമാവൂലോ? എന്തു പറഞ്ഞാ കേസ് കൊടുത്തിരിക്കുന്നത്? അറിയില്ല മായച്ചി.
മിക്കവാറും മാനസയെ ഞങ്ങള് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്ന് പറഞ്ഞാവും കേസ് കൊടുത്തിരിക്കുന്നത്. മാനസ എന്തു പറഞ്ഞു ഭാവന? അവള് ഞങ്ങൾക്കൊപ്പം തന്നെയാ മായേച്ചി. എന്നാലും മാനസ് അവരുടെ മകളിൽ നിന്ന് വരില്ലല്ലോ. എന്റെയും സൂര്യയുടെയും ആന്റിയുടെയും പേർക്കാ കേസ് കൊടുത്തിരിക്കുന്നത്. ഭാവന, നീ എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? കാര്യമായൊരു പ്രശ്നമുണ്ട് വല്ലിച്ച. അതാ ഞാൻ ഫോണിലൂടെ പറയാത്ത. എന്താന്ന് വ്യക്തമായിട്ട് പറ. മാനസയുടെ അച്ഛൻ ഞങ്ങൾക്കെതിരെ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തു വല്ലിച്ച. ഞങ്ങളെ 4 പേരെയും വിളിച്ചിട്ടുണ്ട്. 4 പേരെന്ന് പറയുമ്പോ? ഞാനും സൂര്യയും മാനസയും ആന്റിയും. വനിതാ കമ്മീഷൻ ആയതുകൊണ്ട് മാനസ പറയുന്നതിനായിരിക്കും അവര് വില കൽപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല ഭാവന. അജയനും ഭാര്യയും സ്വന്തം മോളെ വിട്ടുകിട്ടണമെന്ന് പറയുക മാത്രമല്ല, അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോ മാനസയുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കൂ? ഏയ്, അങ്ങനെയൊന്നും അവള് ചെയ്യില്ലമ്മ. എന്തായാലും നല്ലൊരു വിചാരണ നേരിടേണ്ടി വരും. ജയനിർമ്മല ഒറ്റ ഒരുത്തി കാരണോ കേസ് വനിതാ കമ്മീഷന്റെ അടുത്ത് എത്തിയത്. ഓ, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വല്യമ്മ. അവിവാഹിതയായ മാനസ എങ്ങനെ ഗർഭിണിയായി? അതായിരിക്കും പ്രധാന ചോദ്യം. അതിനവള് പറഞ്ഞിട്ടുണ്ടല്ലോ അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളുടെ കുട്ടിയാണെന്ന്. പിന്നെന്താ? അങ്ങനെ വനിതാ കമ്മീഷന്റെ മുൻപിലും പറഞ്ഞ ആളാരാണെന്ന് പറയേണ്ടി വരും വല്ലിച്ച. പക്ഷേ സത്യം അതല്ലല്ലോ. അവിവാഹിതയായ മാനസയെ കൊണ്ട് കൃത്രിമ ബീജ സംഗമനത്തിലൂടെ ഗർഭധാരണം നടത്തിയത് എങ്ങനെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട പിന്നെ എന്ത് സംഭവിക്കാം? അത് ശരിയാ. അവരുടെ വക്കീല് സ്ട്രോങ് ആണെങ്കിൽ കേസ് ഈസി ആയിട്ട് ജയിക്കും. അതിരിക്കട്ടെ, നമ്മുടെ വക്കീലാരാ? കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വേണമെങ്കിൽ മിടുക്കനായ ഒരു വക്കീലിനെ തന്നെ വേണം. ഇതുവരെ ആരെയും കണ്ടില്ല വല്ലിച്ച. അതെന്തായാലും സൂര്യ ആന്റി നോക്കിക്കോളൂ. ആളെ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. പറ്റിയ ആരെങ്കിലും നമുക്ക് നോക്കാം. അനിരുദ്ധനോടൊപ്പം അജയനെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നു.